ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹെയർ ഓയിലിൻ്റെ 3ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കറ്റാർവാഴ, നവരയില അതൊക്കെ അരച്ചെടുക്കണം. ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ രാത്രി ആയിപ്പോയി കേട്ടോ. നമ്മൾ അരച്ചൊക്കെ കഴിഞ്ഞപ്പോൾ താമസിച്ചു. നമ്മുടെ ഓയിലിന് വേണ്ടി 5 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതൊരുവിധം ചിരകി എടുത്തിട്ടുണ്ട്. ബാക്കി ചിരവുന്ന സമയത്ത് തേങ്ങ റെജിയമ്മ മിക്സിയിൽ അരച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സെപ്പറേറ്റ് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കില്ല. ഇതിൽ നിന്ന് കിട്ടുന്ന തേങ്ങാ വെള്ളം തന്നെയാണ് അരയ്ക്കാൻ വേണ്ടി എടുക്കുന്നത്. 1-ാം പാല് മാത്രമേ നമ്മൾ ഹെയർ ഓയിൽ തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നുള്ളൂ. റെജിയമ്മ സ്പീഡപ്പ് ചെയ്യാണ്, വേറൊന്നും കൊണ്ടല്ല. അന്നമ്മോൾ ഉറക്കമാണ്. അവൾ എണീക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല, അതുകൊണ്ടാണ്. പിന്നെ നമ്മളിത് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ഹെയർ സിൽക്കി ആൻഡ് സോഫ്റ്റ് ആവാൻ സഹായിക്കുന്നു. നമുക്ക് കിട്ടിയ തേങ്ങാപ്പാലും ബാക്കി കൊത്തും കാര്യങ്ങളുമാണ്. 5 തേങ്ങയിലാണ് നമുക്ക് ഇത്രയും കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എണ്ണ ഉണ്ടാക്കാനായി പോവുകയാണ്. വെളിയിലാണ് അടുപ്പ് കൂട്ടിയിരിക്കുന്നത്. വീട്ടിനകത്തൊന്നും പറ്റില്ല. ഗ്യാസും കാര്യങ്ങളൊക്കെ അടുത്തായതുകൊണ്ട് പണി കിട്ടും, എണ്ണയില്ലേ. അതുകൊണ്ട് പിന്നെ അടുപ്പും കാര്യങ്ങളും ശരിയാക്കി തരുന്നത് റെജിയമ്മയാണ്. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായ സമയത്ത് ആദ്യം തേങ്ങാപ്പാലാണ് വീത്തുന്നത്. തേങ്ങാപ്പാൽ വീത്തി അടിയിൽ പിടിക്കാതെ ഇളക്കിയെടുക്കണം. നമ്മുടെ മുടിയെ സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കാനും നല്ല ബേബി ഹെയർ, നമുക്ക് ധാരാളം ബേബി ഹെയറൊക്കെ വളരുന്നതിന് ഇത് സഹായിക്കും. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ തിളച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇതുപോലെ ഉരുക്ക് വെളിച്ചെണ്ണയാണ്, എണ്ണ ഇറങ്ങി വരും. ഈ സമയത്ത് ഇച്ചിരി കൂടെ ബ്രൗൺ കളറാവണം. കൈ എടുക്കാതെ വേണം ഇളക്കി കൊടുക്കാൻ. കറുത്ത എള്ളാണ് ഇതിലേക്ക് ചേർത്തത്. നമ്മളിപ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിൽ കിട്ടിയിട്ടുണ്ട്. അതായത് ഉരുക്ക് വെളിച്ചെണ്ണ തേങ്ങാപ്പാലിൽ നിന്ന് കിട്ടി. അതിലേക്ക് എള്ളാണ് നമ്മൾ എടുത്തിട്ടിരിക്കുന്നത്. ഇതെല്ലാം എൻ്റെ ഒരു അളവും കാര്യങ്ങളും വെച്ചിട്ടാണ് ചെയ്യുന്നത്. എള്ള് മൂത്തതിന് ശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം ചതച്ചെടുത്തതുമായ നീരുകൾ ചേർത്ത് കൊടുക്കും. അതിനെ നമ്മൾ വറ്റിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മുടി തൊഴിച്ചിൽ, തലവേദന, ഉറക്കക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ മാറാൻ അടിപൊളി ഹെയർ ഓയിലാണ്. താരൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും. ഇപ്പോൾ നമുക്ക് ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വറ്റണം. വറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി ഐറ്റംസ് ചേർത്ത് കൊടുക്കത്തുള്ളൂ. സമയത്ത് ചില അങ്ങാടി മരുന്നുകളും ചേർത്താണ് നമ്മൾ വറ്റിച്ചെടുക്കുന്നത്. നമ്മുടെ എണ്ണ തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏകദേശം മരുന്നുകളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. മുടി നീളം വയ്ക്കുന്നതിനും ഞെരുക്കക്കുറവ് മാറുന്നതിനൊക്കെ ഹെൽപ്ഫുള്ളാണ്. എല്ലാ തവണയും നമ്മുടെ ഈ നീലാംബരി പച്ച ഇലയാണ് കിട്ടുന്നത്. ഈ തവണ കിട്ടിയില്ല. നമുക്ക് ഈ എണ്ണയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അങ്ങാടി കടയിൽ നിന്നും പിന്നെ നമ്മൾ ചുറ്റുപാടിൽ നിന്നൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ചില സാധനങ്ങളൊക്കെ പലചരക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കേണ്ടി വന്നു. ആദ്യം ആവണക്കെണ്ണ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ആണ് നമ്മുടെ എണ്ണ ചേർക്കുന്നത്. കാരണം ചട്ടി ചെറുതാണ്. നമ്മുടെ ആദ്യ ഹെയർ ഓയിൽ തുടങ്ങിയ സമയത്ത് 2.5 ലിറ്ററാണ് ആദ്യം. ഇപ്പോൾ നമ്മൾ 5 ലിറ്ററാണ് കാച്ചുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ ഈ ഹെയർ ഓയിലിനെ പരുവത്തിലാക്കില്ല, തിളപ്പിച്ച് മാറ്റി വയ്ക്കുകയുള്ളൂ. മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ടിട്ട് നാളെയാണ് നമ്മൾ കറക്റ്റ് പരുവത്തിനാക്കി മാറ്റി വയ്ക്കുന്നത്. എണ്ണ തിളയ്ക്കുന്നുണ്ട്. ഇതിൽ കുറേ മരുന്നും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഞാൻ പ്രത്യേകം പറയാണ്, ഇതെൻ്റെ അളവും കാര്യങ്ങളിൽ എനിക്ക് റിസൾട്ട് കിട്ടിയ രീതിയിൽ ഞാൻ തയ്യാറാക്കുന്നതാണ്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം എണ്ണയൊക്കെ എക്സ്പെർട്ടായിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്, ഒത്തിരി പേരുണ്ട്. ആരെങ്കിലും കാണുകയാണെങ്കിൽ കമൻ്റായി അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ഇന്നത്തെ പരുവത്തിനായിട്ടുണ്ട്. എണ്ണ തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നാളെയാണ് ഇതിൻ്റെ പരുവത്തിനാക്കി മാറ്റുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണാം. ടാറ്റാ, ബൈ.